എല്ലാവർക്കും നമസ്കാരം. 10th കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 6th ചാപ്റ്ററായ മെറ്റൽസിന്റെ കുറച്ച് എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതാ നോക്കിയാൽ ഇവിടെ എന്താണ്, ഒരു ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഈ ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച ആദ്യത്തെ ഭാഗത്തോളമാണ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്യാൻ ചോദിക്കാറുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. മെറ്റൽസ് വന്നിട്ടുണ്ട്, അതിൻ്റെ ഓസും അതുപോലെ കെമിക്കൽ ഫോർമുലയാണ്. അലൂമിനിയം ഇല്ലേ, അലൂമിനിയത്തിൻ്റെ ഓർ ഏതാണ് വരുന്നത്? ഈ കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോകട്ടെ. ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിൻ്റെ ഓർ എന്ന് പറയുന്നത്, ബോക്സൈറ്റ് ഇല്ലേ. ദെൻ കെമിക്കൽ ഫോർമുല Al2O3 ആണെന്നറിയാം. ഇനി അടുത്ത് ഇവിടെ നിന്ന് ബി നമുക്ക് അറിഞ്ഞുകൂടാ, അതേതാണ്? ഹെമറ്റൈറ്റ് ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ കെമിക്കൽ ഫോർമുല തന്നിട്ടുണ്ട്. അപ്പോൾ ഹെമറ്റൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഓർ ആണല്ലോ. അപ്പം ഏതാണ് മെറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്നത്? അയൺ ആണ് അല്ലേ, അയൺ ആണ് മെറ്റൽ. ഇനി അയണിൻ്റെ തന്നെ മറ്റൊരു ഓറാണ് മാഗ്നറ്റൈറ്റ് അല്ലേ. അതിൻ്റെ കെമിക്കൽ ഫോർമുല ഏതാണ്? മാഗ്നറ്റൈറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? Fe3 ആണ് കേട്ടോ. Fe3O4 വരും. ഹെമറ്റൈറ്റ് എന്ന് പറയുമ്പോൾ Fe2O3 ആണ്. മാഗ്നറ്റൈറ്റ് എന്ന് പറയുമ്പോൾ Fe3O4 ആണ് വരുന്നത്. ഇനി അടുത്ത് കോപ്പർ ആണ്. കോപ്പറിൻ്റെ ഓർ ഏതാണ്? കോപ്പർ പൈറൈറ്റ്സ് ഇല്ലേ, കോപ്പർ പൈറൈറ്റ്സ് കേട്ടോ. കോപ്പർ പൈറൈറ്റ്സ് ആണ് കോപ്പറിൻ്റെ ഓർ എന്ന് പറഞ്ഞിട്ട് കെമിക്കൽ ഫോർമുലയും പഠിക്കുക. പിന്നെ മറ്റൊരു ഓർ ഏതാണ്? കുപ്രൈറ്റ് ആണ്. ദെൻ അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ വരും? Cu2O എന്ന് വരും കേട്ടോ. Cu2O. ഓരോന്നിൻ്റെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ദെൻ അടുത്തത് സിങ്ക് ആണ്. സിങ്കിൻ്റെ ഓർ എന്ന് വെച്ചാൽ സിങ്ക് ബ്ലെൻഡ് ആണ് ഇല്ലേ. അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ZnS ആണ് കേട്ടോ, ZnS. ദെൻ സിങ്കിൻ്റെ മറ്റൊരു ഓർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? കലാമിൻ ഇല്ലേ. കലാമിൻ ആണ് മറ്റൊരു ഓർ എന്ന് പറഞ്ഞത്. സിങ്കിൻ്റെ മറ്റൊരു ഓറാണ് കലാമിൻ ആണ്. അതിൻ്റെ കെമിക്കൽ ഫോർമുല സിങ്ക് കാർബണേറ്റ്, അതായത് ZnCO3 ആണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ അല്ലേ, അലൂമിനിയത്തിൽ നമ്മൾ കണ്ടു അയണിൻ്റെതാ 2 ഉണ്ട്, കോപ്പറിൻ്റെയും 2 ഉണ്ട്, സിങ്കിൻ്റെയും 2 ഉണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾ ക്ലിയർ ആക്കി പഠിച്ചു കഴിഞ്ഞാൽ ഏത് വന്നാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇനി അടുത്ത് നോക്കാം. ഇതാ ഇവിടെ നിന്നാണ് ഒരു ഫ്ലോ ചാർട്ടാണ് തന്നിരിക്കുന്നില്ലേ, നോക്കാം എന്താണെന്നുള്ളത്. ദ പ്രോസസ് ഓഫ് റിമൂവിങ് ദ ഇമ്പ്യൂരിറ്റീസ് ഗ്യാങ് ഫ്രം ദ ഓർ ഒബ്റ്റൈൻഡ് ഫ്രം ദ എർത്ത് ക്രസ്റ്റൽ ഈസ് കോൾഡ് കോൺസെൻട്രേഷൻ ഓഫ് ഫോഴ്സ്. കോൺസെൻട്രേഷൻ ഓഫ് ഫോഴ്സ് നമ്മൾ കണ്ടായിരുന്നു ഇല്ലേ. പ്രോസസ് ഓഫ് റിമൂവ് ദ ഇമ്പ്യൂരിറ്റീസ് ഫ്രം ദ ഓസ് ഒബ്റ്റൈൻഡ് ഫ്രം എർത്ത് ക്രസ്റ്റ് അല്ലേ, ഭൂമിയുടെ ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന ഇതുകൊണ്ടല്ലോ, ഓർ ഉണ്ടല്ലോ, അതിൽ നിന്നുള്ള ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയുന്നത്. അയിരുകളുടെ സാന്ദ്രണം എന്ന് പറഞ്ഞു ഇല്ലേ. അതിൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചായിരുന്നു. ഓരോരോ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന് കണ്ടായിരുന്നു. നമ്മൾ പഠിച്ചായിരുന്നല്ലോ, ഓരോ സ്റ്റെപ്പുകളുണ്ടായിരുന്നു. ഹൈഡ്രോളിക് വാഷിംഗ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഉണ്ട്, മാഗ്നറ്റിക് സെപ്പറേഷൻ അല്ലേ. അങ്ങനെ ഓരോന്നും ഉണ്ട്. അപ്പോൾ ഓരോന്നുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ ഇവിടെ എ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അവരുടെ താഴെ തന്നിരിക്കുന്നത് എന്താണ്? ഓർ ഈസ് ലൈറ്റർ ദാൻ ഇമ്പ്യൂരിറ്റീസ് ഇല്ലേ. ഓർ ഈസ് ലൈറ്റർ ദാൻ ഇമ്പ്യൂരിറ്റീസ്, അതായത് ഇമ്പ്യൂരിറ്റീസിനേക്കാളും ലൈറ്റർ ആണ് ഇല്ലേ. അതായത് ഡെൻസിറ്റി അവിടെ കുറവാണ്, ഗ്യാങ്ങിനേക്കാളും ഡെൻസിറ്റി കുറവായതാണ് ഓർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഒരു കേസിൽ നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? ഓർക്കുന്നുണ്ടോ? ഏതാണ്? ഫ്രോത്ത് ഇല്ലേ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡാണ്. ഏത് മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഇല്ലേ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ അവിടെ ഇമ്പ്യൂരിറ്റീസിനെ വേർതിരിക്കുന്നത്. ഇനി അടുത്ത ലെവിഗേഷൻ. ലെവിഗേഷൻ്റെ പ്രത്യേകത എന്താണ് അവിടെ വരുന്നത്? ലെവിഗേഷൻ്റെ കേസിൽ ഓർ ഈസ് ഹെവിയർ ദാൻ ഇമ്പ്യൂരിറ്റീസ് ആണ് അല്ലേ. അപ്പം നമുക്ക് എന്തിവിടെ എഴുതാം? ഓർ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പം ഓർ ഈസ് ഹെവിയർ ദാൻ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ട്? ഇങ്ങനെ തന്നെ നിങ്ങൾ ഈ ടേബിൾ വെച്ച് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോ ചാർട്ട് വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. കോൺസെൻട്രേഷൻ ഓർ എന്ന് പറഞ്ഞിരിക്കുമ്പം മെത്തേഡുകളുണ്ട്. അപ്പോൾ ആ മെത്തേഡിൻ്റെ അകത്ത് എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് ഇല്ലേ. ഓർ ലൈറ്റർ, അതായത് ഡെൻസിറ്റി കുറവാണ്, ഇമ്പ്യൂരിറ്റീസിന് ഡെൻസിറ്റി കുറവാണ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ്. ഓർ എന്ന് വെച്ചാൽ ഡെൻസിറ്റി കൂടുതലാണ്, ഹെവിയർ ആണ്, ഇമ്പ്യൂരിറ്റീസിനേക്കാളും ഹെവിയർ ആവുകയാണെങ്കിൽ ലെവിഗേഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ്? മാഗ്നറ്റിക് സെപ്പറേഷൻ. മാഗ്നറ്റിക് സെപ്പറേഷൻ്റെ കേസിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒന്നുകിൽ ഓർ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ഇല്ല. ഇമ്പ്യൂരിറ്റീസ് എന്നാണ് മാഗ്നറ്റിക് നേച്ചർ ആയിരിക്കും. ഒന്നുകിൽ ഓറിൽ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസിൽ മാഗ്നറ്റിക് നേച്ചർ ഉണ്ടെങ്കിലാണ് നമ്മൾ ഏത് സെപ്പറേഷൻ ഉപയോഗിക്കുന്നത്? മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? ഇഫ് ഐദർ ഇല്ലേ, ഇഫ് ഐദർ എന്താണ്? ഐദർ ഓർ ഇല്ലേ, ഒന്നുകിൽ ഓർ അല്ലെങ്കിൽ എന്താണ്? ഇമ്പ്യൂരിറ്റീസ്, ഓർ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ്, ഒന്നുകിൽ ഓർ അല്ലെങ്കിൽ എന്താണ്? ഇമ്പ്യൂരിറ്റീസ് ഇല്ലേ. ഇമ്പ്യൂരിറ്റീസിന് എങ്ങനെ വേണം? ഹാസ് മാഗ്നറ്റിക് നേച്ചർ ഇല്ലേ, അതിന് മാഗ്നറ്റിക് നേച്ചർ വരണം കേട്ടോ. ഇങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷൻ മെത്തേഡ് അവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. പിന്നെ നാലാമത്തെ ഒരു കേസ് പറഞ്ഞിട്ടുണ്ട്. ഓർ ഈസ് സോലുബിൾ ഇൻ സ്പെസിഫിക് സോൾവെന്റ്, ഗ്യാങ് ഈസ് ഇൻസോളുബിൾ. അതായത്
ഓരോ സ്പെസിഫിക് സോൾവെന്റിൽ സോലുബിൾ ആവുകയാണ്, ഗ്യാങ് ഇൻസോലുബിൾ ആവുന്നില്ല എങ്കിൽ അല്ലേ, ആ ഒരു കേസിൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ഏത് മെത്തേഡാണ്? ലീച്ചിങ് ആണ് അല്ലേ, ലീച്ചിങ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാ ഈ 4 മെത്തേഡും നിങ്ങൾക്ക് ഷോർട്ടായിട്ട് പഠിക്കാൻ പാകത്തിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചോളൂ കേട്ടോ. കോൺസെൻട്രേഷൻ ഓഫ് ഫോഴ്സ്, അയിരുകളുടെ സാന്ദ്രണം. അപ്പോൾ ഓരോ കേസിലും എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലോ ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാ അടുത്തത് നോക്കാം. ഇവിടെ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓർ തന്നിട്ടുണ്ട്, അതിൻ്റെ മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷനുമാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ കേസ് നോക്കിയേ, ഓർ ഓഫ് ഗോൾഡ് ഇല്ലേ, ഗോൾഡിന്റെ അയിര്. അപ്പൊ മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ ഏതാണ്? ലെവിഗേഷൻ ഇല്ലേ, ലെവിഗേഷൻ അല്ലെങ്കിൽ ഏതാണ്? ഹൈഡ്രോളിക് വാഷിംഗ് പറയാമില്ലേ, ലെവിഗേഷൻ അല്ലെങ്കിൽ ഏതാണ്? ഹൈഡ്രോളിക് വാഷിംഗ് നമുക്ക് പറയാം. ഇനി ലീച്ചിങ് മെത്തേഡിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓർ എന്ന് പറഞ്ഞിരിക്കുന്നത്? ബോക്സൈറ്റ് ഇല്ലേ, ബോക്സൈറ്റ് ഓറാണ് നമ്മൾ ലീച്ചിങ് മെത്തേഡിൽ കോൺസെൻട്രേഷൻ ചെയ്തെടുക്കുന്നത്. ഇനി ടിൻ സ്റ്റോൺ ആണെങ്കിലോ മാഗ്നറ്റിക് സെപ്പറേഷൻ പറയാം കേട്ടോ. മാഗ്നറ്റിക് സെപ്പറേഷൻ ഇതൊക്കെ ഓർത്തിരിക്കും കേട്ടോ. ടിൻ സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ മെത്തേഡിൽ കേട്ടോ, മാഗ്നറ്റിക് സെപ്പറേഷൻ മെത്തേഡാണ് വരുന്നത്. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ അയണിൻ്റെ കേസിലല്ലേ പറഞ്ഞു, ടിൻ സ്റ്റോണും ആണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ വഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി സിങ്ക് ബ്ലെൻഡ് ഇല്ല, സിംഗിൾ ബ്ലെൻഡ് എങ്ങനെയാണ്? ഏതാണ് മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ? ഫ്രോത്ത് ഇല്ലേ, ഫ്ലോട്ടേഷൻ മെത്തേഡ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. പഠിച്ചതിന് ശേഷമുള്ള ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കാവുള്ളൂ. കാരണം കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാപ്റ്റർ നല്ലതാണ് പഠിച്ചിരിക്കണം. അപ്പോൾ സിംഗിൾ ബ്ലെൻഡ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഇല്ലേ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് റിലേറ്റഡ് ടു റോസ്റ്റിംഗ് ആൻഡ് കാൽസിനേഷൻ. റോസ്റ്റിംഗും കാൽസിനേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞത്, ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നോക്കിയേ, പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ അറ്റ് എ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് താഴെ ആബ്സെൻസ് ഓഫ് എയർ ആണ്, ഓർത്തോളൂ കേട്ടോ. ആബ്സെൻസ് ഓഫ് എയർ എന്ന് പറയുമ്പോൾ ഏത് മെത്തേഡാണ് ഓർക്കുന്നുണ്ടോ? കാൽസിനേഷൻ ആണ് അല്ലേ. ഏതാണ്? കാൽസിനേഷൻ ആണ്, ആബ്സെൻസ് ഓഫ് എയർ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റർ ഓർ ഇൻ ദ പ്രസൻസ് എന്നാണ് കേട്ടോ. കറന്റ് ഓഫ് എയർ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രസൻസ് എന്നാണ് കേട്ടോ. പ്രസൻസ് ഓഫ് എയർ അറ്റ് എ ടെമ്പറേച്ചർ ബിലോ, അതേതാണ് വരുന്നത്? റോസ്റ്റിംഗ് ആണ് വരുന്നത് അല്ലേ, നമ്മൾ പഠിച്ചാണ്. റോസ്റ്റിംഗ് മെത്തേഡാണ് അവിടെ വരുന്നത്, റോസ്റ്റിംഗ്. അടുത്ത് നോക്കുക, സൾഫൈഡ് ഓർ CuFeS2 അതുപോലെ Ce2S കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം ഓക്സിജൻ. ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് അതും ഏത് തന്നെയാണ് വരുന്നത്? റോസ്റ്റിംഗ് മെത്തേഡാണ് വരുന്നത്, റോസ്റ്റിംഗ് ആണ് കേട്ടോ, റോസ്റ്റിംഗ്. ഇനി കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ഓഫ് മെറ്റൽസ്. കാർബണേറ്റും ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാണ്? കാൽസിനേഷൻ ആണ് ഇല്ലേ, കാൽസിനേഷൻ ആണ് കാർബണേറ്റ്സിന്റെ ഹൈഡ്രോക്സൈഡിന്റെ കേസിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കുക, സീ ദ ഫിഗർ ഷോവിങ് ദ റിഫൈനിങ് ഓഫ് കോപ്പർ കേട്ടോ. കോപ്പറിന്റെ നിർമ്മാണത്തിനെ കുറിച്ചുള്ള കാര്യമാണ് ഇവിടെ, ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്കറിയാം ഇംപ്യൂർ കോപ്പറും പ്യൂർ കോപ്പറും ഒക്കെ അറിയാം. അപ്പോൾ അതാ നോക്കുക കേട്ടോ. ഫൈൻഡ് ഔട്ട് A ആൻഡ് B എന്ന് ചോദിച്ചിട്ടുണ്ട്. എയും ബിയും ഏതാന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഇംപ്യൂർ കോപ്പറാണ്. അപ്പം എ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്യുവർ കോപ്പർ ആണല്ലേ. അപ്പം എ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? പ്യുവർ കോപ്പർ അല്ലേ. എ എന്ന് വെച്ചാൽ പ്യുവർ കോപ്പർ ആണ്. ഇനി ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇലക്ട്രോലൈറ്റ് അല്ലേ. ഏതാണ്? കോപ്പർ സൾഫേറ്റ് അല്ലേ, CuSO4 കോപ്പർ സൾഫേറ്റ് ആണ് ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് കാഥോഡ്. കാഥോഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഏതാണെന്ന് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുക, കാഥോഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എഴുതാനാണ് പറഞ്ഞത്. ഇപ്പോൾ കാഥോഡിൽ ഏതാണ്? Cu2+, അതെന്താണ്? 2 ഇലക്ട്രോൺ അല്ലേ. 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതെന്തായിട്ട് മാറുന്നുണ്ട്? കോപ്പറായിട്ട് മാറുന്നുണ്ട് കാഥോഡിൽ കേട്ടോ. ആനോഡിലാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ആനോഡിൽ അവിടെ ഓക്സിഡേഷനാണ് നടക്കുന്നത് അല്ലേ. ആനോഡിൽ ഓക്സിഡേഷനാണ് അവിടെ നടക്കുന്നത്. ഓർത്തിരിക്കുക, ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ എന്താണ്? റിഡക്ഷനുമാണ് നടക്കുന്നത് കേട്ടോ. ഇനി അടുത്തൊരു ഫ്ലോ ചാർട്ടാണ് നോക്കുക കേട്ടോ. കംപ്ലീറ്റ് ദ ഗിവൺ ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ടു ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ. അയണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫ്ലോ ചാർട്ടാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്ന രീതിയിലാണ് കേട്ടോ. ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നോക്കുക, മിസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഓർ ഹെമറ്റൈറ്റ്
അല്ലേ, ഹെമറ്റൈറ്റ് ആണ്. പിന്നെ എന്ത് ചെയ്യുന്നു, കോൺസെൻട്രേഷൻ മെത്തേഡ് ഇല്ലേ, ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, ഹൈഡ്രോളിക് വാഷിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒന്നാമത്തെ ഇവിടെ എഴുതാം കേട്ടോ, ഹൈഡ്രോളിക് വാഷിംഗ്. ഇവിടെ നടക്കുന്ന ഏതാണ്, ഹൈഡ്രോളിക് വാഷിംഗ് ആണ് നടക്കുന്നത്, ഹൈഡ്രോളിക് വാഷിംഗ്. മനസ്സിലായല്ലോ. അത് കഴിഞ്ഞിട്ട് എന്തിനും ഓക്സിഡേഷൻ ചെയ്യുന്നുണ്ട്. ഓക്സിഡേഷൻ ചെയ്യുന്ന ഏത് വഴിയാണ്, റോസ്റ്റിംഗ് ഇല്ലേ, റോസ്റ്റിംഗ് വഴി നമുക്കവിടെ ഓക്സിഡേഷൻ ചെയ്യുന്നുണ്ട്, റോസ്റ്റിംഗ്. അപ്പോൾ ഇവിടെ നമുക്ക് റോസ്റ്റിംഗ് എഴുതാം. പിന്നെ എന്താണ് ചെയ്യുന്നത്, ഈ കോക്കും ലൈംസ്റ്റോണും ഹെമറ്റൈറ്റും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അതെവിടെയാണ്, ബ്ലാസ്റ്റ് ഫർണസ് ഇല്ലേ, ബ്ലാസ്റ്റ് ഫർണസിലാണ് ആ മിക്സിങ് നടക്കുന്നത്. മനസ്സിലായല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് അപ്പം വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നുണ്ട്, സ്ലാഗ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. സ്ലാഗ് ഏതാണ് ഉണ്ടാകുന്നത്, സ്ലാഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് CaSi ഇല്ലേ, CaSiO3 സ്ലാഗ് അവിടെ ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായല്ലോ. പിന്നെ എന്താണ് പറയുന്നത്, അവിടെ റെഡ്യൂസിങ് ഏജന്റ് ഇല്ലേ, റെഡ്യൂസിങ് ഏജന്റ് ഉണ്ട്. അതേതാണ്, CO ഇല്ലേ, CO ആണ് റെഡ്യൂസിങ് ഏജന്റ്. പിന്നെ അവിടെ നിന്ന് എന്തായിട്ട് മാറുന്നുണ്ട്, മോൾട്ടൺ അയൺ എന്ന് പറഞ്ഞാൽ ഏതാണ്, പിഗ് അയൺ ഇല്ലേ, പിഗ് അയൺ. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്പുകളാണ്. നിങ്ങൾ ഈ ഫ്ലോ ചാർട്ട് ഇങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ആദ്യമേ ഓർ എടുക്കുന്നുണ്ട്, പിന്നെ അതിനെ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് ഹൈഡ്രോളിക് വാഷിംഗ് വഴി, പിന്നെ ഓക്സിഡേഷൻ ഇല്ല, അതായത് അവിടെ നടക്കുന്ന റോസ്റ്റിംഗ് ഇല്ലേ, റോസ്റ്റിംഗ് വഴി നമ്മളവിടെ ഓക്സൈഡ് ആക്കി മാറ്റുന്നുണ്ട്. ഓക്സിഡേഷൻ ഉദ്ദേശിക്കുന്ന ഓക്സൈഡ്സ് ആക്കി മാറ്റുന്നുണ്ട്. പിന്നെ അതിന് നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇടുന്നുണ്ട്. അവിടെ പിന്നെ എന്താണ്, അവിടെ സ്ലാഗും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് നമ്മുടെ കാർബൺ മോണോക്സൈഡ് ഇല്ല, കാർബൺ മോണോക്സൈഡിനോട് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചിട്ടുള്ള റിഡക്ഷൻ മെത്തേഡ് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ എന്തായിട്ട് മാറുന്നുണ്ട്, മോൾട്ടൺ അയൺ ആയിട്ട് മാറുന്നുണ്ട് ഇല്ലേ, പിഗ്. അപ്പം അതിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്കറിയാം ഇല്ല, എന്തിനു വേണ്ടിയാണ് ഈ ലൈംസ്റ്റോൺ ചേർക്കുന്നതെന്ന് അറിയാം. സ്ലാഗ് അവിടെ റിമൂവ് ആയി കിട്ടാൻ വേണ്ടിയാണ് നമ്മളവിടെ ലൈംസ്റ്റോൺ ഒക്കെ ചേർക്കുന്നത് കേട്ടോ. അതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ ഇതിൽ നിന്ന്. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, അനലൈസ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ് ആണ് ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻസ് കേട്ടോ. ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന റിയാക്ഷൻസിൻ്റെ അവിടെ തന്നിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് അയൺ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അയണിൻ്റെ എക്സ്ട്രാക്ഷനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നോക്കുക, റിയാക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാ നോക്കിയേ, കാർബൺ പ്ലസ് O2 ഇല്ലേ, കാർബൺ ഡൈ ഓക്സൈഡും ഹീറ്റും ഉണ്ടാകുന്നുണ്ട്. പിന്നെന്താണ്, പിന്നെയും റിയാക്ട് ചെയ്ത് കാർബൺ മോണോക്സൈഡ്, പിന്നെ റിഡക്ഷൻ അവിടെ നടക്കുന്നുണ്ട്, ലൈംസ്റ്റോൺ ആഡ് ചെയ്തു. അപ്പോൾ ഇത്രയും റിയാക്ഷൻസ് തൊട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നടക്കുന്ന റിയാക്ഷൻസ്. കാൽസ്യം സിലിക്കേറ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ എന്താണ്, അവിടെ അയൺ അവിടെ എക്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയും കെമിക്കൽ റിയാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ നോക്കാം. അതായത് കെമിക്കൽ ഫോർമുല ഓഫ് അയണോറിന്റെ കെമിക്കൽ ഫോർമുല ഇല്ലേ, ഹെമറ്റൈറ്റ് അല്ലേ, ഏതാണ്, Fe2O3 ഇല്ലേ, Fe2O3 ആണ് നമ്മളവിടുത്തെ അയണോറിന്റെ കെമിക്കൽ ഫോർമുല. നെയിം ദ പ്രൊഡക്ട്സ് ഒബ്റ്റൈൻഡ് ഡ്യൂറിങ് ദ ഡീകമ്പോസിഷൻ ഓഫ് ലൈംസ്റ്റോൺ ഡീകമ്പോസ് ചെയ്യല്ലേ. അപ്പോൾ അവിടെ കിട്ടുന്ന പ്രൊഡക്ട്സുകൾ ഏതൊക്കെയാണ് ഓർമ്മയുണ്ടോ, കാൽസ്യം ഓക്സൈഡും പിന്നെ ഏതാണ്, നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലേ, കാർബൺ ഡൈ ഓക്സൈഡും. അതായതല്ലേ ലൈംസ്റ്റോണിന്റെ കേസിൽ വരുമ്പോൾ അല്ലേ, ലൈംസ്റ്റോൺ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. അതായത് കെമിക്കൽ ഇക്വേഷൻ ഓഫ് സ്ലാഗ് ഫോർമേഷന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കെമിക്കൽ ഇക്വേഷൻ സ്ലാഗ്. അപ്പം എങ്ങനെയാണ് വരുന്നത്, കാൽസ്യം ഓക്സൈഡും പിന്നെ ഏതാണ്, സിലിക്ക ഇല്ലേ, സിലിക്കയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അല്ലെ, സിലിക്ക എന്ന് പറയുമ്പോൾ ഏതാണ്, SiO2 ഇല്ലേ, സിലിക്കയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കാൽസ്യം സിലിക്കേറ്റ് നമുക്ക് അവിടെ കിട്ടുന്നത്, അതായത് സ്ലാഗ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ഗ്യാങ് ആൻഡ് ഫ്ലക്സ്. ഗ്യാങ്ങും ഫ്ലക്സും അവിടെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്യാങ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്, ഇവിടുത്തെ ഗ്യാങ് ഏതാണ്, ഗ്യാങ് സിലിക്കയാണ് അല്ലേ, ഗ്യാങ് സിലിക്കയാണ്. അതുപോലെ തന്നെ ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്, കാൽസ്യം ഓക്സൈഡുമാണ്. ഇനി റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അറിയാം അല്ലേ, Fe2O3 ഇല്ലേ, Fe2O3 പിന്നെ ഏതാണ് 3CO ഇല്ലേ, ഗീവ്സ് നമുക്ക് എന്നിട്ടുന്നുണ്ട് 2Fe + 3CO2. മനസ്സിലായല്ലോ. അപ്പോൾ താ നോക്കി, ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്, ഇക്വേഷനും അടങ്ങിയിട്ടുണ്ട്, എന്തൊക്കെയാണ് ഫോം ചെയ്യുന്നതെന്ന് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഷോർട്ടായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എലാബറേറ്റ് ചെയ്തല്ലേ കിടക്കുന്നത്. അപ്പം ഇതുപോലെയുള്ള ഷോർട്ടാക്കി എഴുതി വെച്ച് അത് വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ. അടുത്ത നോക്കുക, ദ വേരിയസ് സ്റ്റേജസ് ഇൻവോൾവ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ് ആർ ഗിവൺ ബിലോ. ബോക്സൈറ്റ് ഓർന്ന് നമുക്ക് കിട്ടുന്ന ഏതാണ്, അലുമിനിയം എന്നറിയാമല്ലേ. അപ്പോൾ അതിൻ്റെ സ്റ്റേജസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അറേഞ്ച് ദീസ് കെമിക്കൽ ഇക്വേഷൻസ് ഇൻ ദ കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
അല്ലേ? അപ്പോൾ ആദ്യമേ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആദ്യമേ നമുക്ക് ബോക്സൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്കറിയാം എന്താണ് അവിടെ ചെയ്യുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ് ഇല്ലേ? സോഡിയം ഹൈഡ്രോക്സൈഡിൽ ഡിസോൾവ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? സി ആണ് അല്ലേ? ആദ്യത്തെ പ്രോസസ്സ് പറഞ്ഞാൽ സി ആണ്. അപ്പം നമ്മൾ അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ സി ആണ് നടക്കുന്നത് അല്ലേ? ബോക്സൈറ്റിന് നമ്മൾ ഹോട്ട് ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡിൽ നമ്മൾ ഡിസോൾവ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് സി ആണ്. പിന്നെ അടുത്ത പ്രോസസ്സ് എന്താണ്? അപ്പോൾ അവിടെ കിട്ടുന്നത് എന്താണ്? സോഡിയം അലൂമിനേറ്റ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത് ഇല്ല? അതെ, സോഡിയം NaAlO2 സോഡിയം അലൂമിനേറ്റ് കിട്ടി. അടുത്ത പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സോഡിയം അലൂമിനേറ്റ് അല്ലേ? സോഡിയം അലൂമിനേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അല്പം എന്താണ്? അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് എന്നിട്ട് ഇളക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? പിന്നെന്താണ്? ശുദ്ധമായിട്ടുള്ള അലൂമിനിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് കിട്ടും. അതായത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ബി ആണ് കേട്ടോ. ശുദ്ധമായിട്ട് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ബി ആണ്. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമുക്ക് അലൂമിന കിട്ടുന്നത് ഇല്ല? അതെ, അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഇല്ല? അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നുണ്ട്, ഫിൽറ്റർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അലൂമിന കിട്ടും. ക്ലിയർ ആയാലും അപ്പം ഇങ്ങനെയാണ് ഓർഡർ കേട്ടോ, CBA. അപ്പോൾ ആദ്യത്തെ ഓർഡർ ഇതാണ്. ഫസ്റ്റ് നടക്കുന്ന കാര്യം ഏതാണ്? സി ആണ് ഫസ്റ്റ് നടക്കുന്ന കാര്യം. മനസ്സിലായല്ലോ? അപ്പോൾ ഫസ്റ്റ് നടക്കുന്ന കാര്യം ഇതാണ്. ദെൻ സെക്കൻഡ് നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. പിന്നെ തേർഡ് നടക്കുന്ന കാര്യം ഇതുമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് അതിൻ്റെ ഓർഡർ. ഈ ഓർഡറിൽ പഠിച്ചു വെക്കുവാണെങ്കിൽ അലൂമിനിയത്തിൻ്റെ എക്സ്ട്രാക്ഷൻ നമുക്ക് കിട്ടും. അതായത് ആദ്യത്തെ ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം ചെയ്തെടുക്കുന്നത്, അതായത് കോൺസെൻട്രേഷൻ ചെയ്തെടുക്കുന്ന മെത്തേഡാണ് ഇത് 3 അതിൽ നമുക്ക് അലുമിനിയം കിട്ടും. പിന്നെ എന്താണ്? അതിനെ ഇലക്ട്രോളിസിസ് ചെയ്തിട്ടാണ് നമുക്ക് പ്യൂറായിട്ടുള്ള അലുമിനിയം നമുക്ക് കിട്ടുന്നത്. അപ്പം കോൺസെൻട്രേഷൻ ഓഫ് അലുമിനിയം ആണ് പറഞ്ഞിരിക്കുന്നതിൻ്റെ 3 സ്റ്റെപ്പുകൾ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ നിരന്ന് കിടപ്പുണ്ട്. അതെല്ലാം കൂടെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്ന രീതിയിലാണിത് തന്നിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളൊക്കെ വെച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ അത് ഇലാബറേറ്റ് ചെയ്ത് എഴുതി വെച്ചാൽ മതി. എഴുതുമ്പോൾ ഇലാബറേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഈ ഫ്ലോ ചാർട്ടൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം എക്സ്ട്രാക്ഷൻ ഓഫ് അയണിൻ്റെ ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് വെച്ച് പഠിക്കുകയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ. ഇത് എഴുതിയെടുക്കുക, എല്ലാവരും നോട്ട് ചെയ്യുക, എഴുതിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് വെച്ചിട്ട് പഠിക്കുക. അപ്പം ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. അതുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എന്തായാലും ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. മെറ്റൽ എന്നൊരു ചാപ്റ്ററിലെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ എഴുതി വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു പരീക്ഷയുടെ സമയത്തൊക്കെ നോക്കാനും ഒക്കെ എളുപ്പമായിരിക്കും കേട്ടോ. അതായത് ഒരുപാട് ഇലാബറേറ്റ് ചെയ്യാതെ പോയിന്റ് വൈസ് ആയിട്ട് പഠിക്കാനാണ് ശ്രമിക്കേണ്ടത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്